കോട്ടയം തിരുവാതുക്കൽ ഇരട്ടക്കൊലപാതക കേസിൽ പ്രതി പിടിയിലായി. അസം സ്വദേശി അമിത് ഉറാങ് ആണ് പിടിയിലായത്. കൊലപാതകത്തിന് ശേഷം രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ തൃശൂർ മാളയിൽ നിന്നാണ് പിടികൂടിയത്. കൊല്ലപ്പെട്ട വിജയകുമാറിന്റെ ഫോണുമായി കടന്ന പ്രതി ഫോൺ ഓൺ ചെയ്തതാണ് വഴിത്തിരിവായത്. ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചു. ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണമാണ് പ്രതിയെ കുടുക്കിയത്. CCTV പരിശോധനയിൽ പ്രതി രക്ഷപ്പെടുന്നതിനെക്കുറിച്ച് വ്യക്തമായ വിവരം പോലീസിന് ലഭിച്ചു. ഇതിനിടയിലാണ് കൊലപാതക സ്ഥലത്ത് നിന്നും മോഷ്ടിച്ച ഫോൺ ഇയാൾ ഓൺ ചെയ്തത്. ടവർ ലൊക്കേഷൻ ലഭിച്ചതിന് പിന്നാലെ കോട്ടയത്ത് നിന്നുള്ള പോലീസ് സംഘം തൃശൂരിലെത്തി. ഇന്ന് പുലർച്ചെ പ്രതിയെ പിടികൂടുകയായിരുന്നു. മാള മേലടൂരിലെ കോഴി ഫാമിന്റെ കെട്ടിടത്തിൽ നിന്നാണ് അമിത്തിനെ പിടികൂടിയത്. ഈ 5.5 മാസത്തോളം റിമാൻഡിൽ കഴിഞ്ഞതിന്റെയും പിന്നീട് ഇയാളുടെ കുടുംബം വൈഫ് എന്തോ ഇട്ടേച്ചു പോവോ അങ്ങനെ എന്തോ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായി. അപ്പൊ അതിന്റെ പ്രതികാരം എന്നോണമായിരിക്കാം ഇത്രയും ക്രൂരമായ കൊലപാതകം ചെയ്തതെന്നാണ് നമ്മുടെ അസംഷൻ. പ്രതിക്കൊപ്പം സഹോദരനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. നേരത്തെ ഉണ്ടായ മോഷണക്കേസിൽ പണം വാങ്ങി പ്രതിയെ ജാമ്യത്തിലിറക്കിയ വൈക്കം സ്വദേശികളായ 2 യുവതികളെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇവർക്ക് കേസുമായി ബന്ധമുണ്ടോ എന്ന് പരിശോധിച്ചു വരികയാണ്. ഇയാളെ ജാമ്യത്തിലെടുത്തത് കോട്ടയത്ത് തന്നെയുള്ള 2 സ്ത്രീകളാണ്. അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ഞാൻ വേറെ കൊടുക്കുന്നുണ്ട്. അവര് ജാമ്യം എടുക്കാൻ വേണ്ടി മാത്രം സഹായിക്കുന്ന ആൾക്കാരാണ്. കൊലപാതകത്തിനായി 3 ദിവസം കോട്ടയം റെയിൽവേ സ്റ്റേഷന് സമീപത്തുള്ള ലോഡ്ജിൽ പ്രതി താമസിച്ചിട്ടുണ്ട്. സംഭവ ദിവസം രാത്രി 10 മണിക്ക് പ്രതി ഇറങ്ങിപ്പോകുന്നതും പുലർച്ചെ 4:15 മടങ്ങിയെത്തുന്നതും ലോഡ്ജിന്റെ CCTVയിലുണ്ട്. ആയുധത്തിലടക്കമുള്ള വിരലടയാളങ്ങളാണ് പ്രതി അമിത് തന്നെയാണെന്ന് ഉറപ്പിക്കാൻ കാരണം. വിജയകുമാറിന്റെ മകൻ ഗൗതമിന്റെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന CBI സംഘം കോട്ടയത്തെത്തി അറസ്റ്റിന്റെ വിവരങ്ങൾ ശേഖരിച്ചു. ഇന്നലെ കൊലപാതകം നടന്ന സ്ഥലത്തും CBI സംഘം എത്തിയിരുന്നു. മൊബൈൽ മോഷണക്കേസുമായി ബന്ധപ്പെട്ട് റിമാൻഡിൽ കഴിയേണ്ടി വന്ന പ്രതിക്കുണ്ടായ വ്യക്തിവൈരാഗ്യമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. കൂടുതൽ വിവരങ്ങൾ പുറത്തു വരണമെങ്കിൽ വിശദമായ ചോദ്യം ചെയ്യൽ ആവശ്യമാണ്. പ്രതിയെ 24 മണിക്കൂറിനുള്ളിൽ പിടികൂടാനായത് പോലീസിന് ആശ്വാസവുമായിട്ടുണ്ട്. കോട്ടയത്ത് നിന്ന് അരുൺ നിണ്ടൂറിനൊപ്പം ടോബി ജോൺസൺ, 24.